ഞാൻ പുതിയൊരു റെസിപ്പി വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വയ്ക്കുന്നത് കൂനിപ്പൊടി കരിപ്പാടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെമ്മീൻ തോരൻ എന്ന് പറഞ്ഞതാണ് എല്ലാവർക്കും മനസ്സിലാകാത്ത. ചെമ്മീനില്ലേ, ആ ചെമ്മീനെ ഏറ്റവും കുഞ്ഞ് ചെമ്മീൻ നമുക്ക് കരിവാടാക്കി തരൂലേ, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നത്. നല്ല രുചിയാണ്. പച്ചക്കരച്ച് വെച്ചാൽ പച്ചയാണെങ്കിൽ കുറച്ചും കൂടെ രുചി കാണും. അപ്പോൾ നമുക്ക് കരിവാടാണ് കിട്ടിയത്, കൂനിപ്പൊടി. അതാണെങ്കിൽ നല്ല രുചിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അത് ഒരുപാട് ടിപ്സുകൾ ഞാൻ ചേർക്കുന്നുണ്ട് രുചികരമാകാൻ വേണ്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും അതെന്താ നമുക്ക് കുറച്ച് മുരിങ്ങ ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ എൻ്റെ അച്ഛമ്മയും മാമിയും കൂടെ ഇരുന്ന് അത് വൃത്തിയാക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് ഇല മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ തണ്ട് നമ്മൾ കഴിച്ചാൽ ചിലപ്പോൾ വയറുവേദനയൊക്കെ ചിലവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർ ക്ഷമയോടെ ഇരുന്ന് ഇല മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ ഈ കൂനിപ്പൊടി കരിവാടൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണുപ്പൊക്കെ മാറാൻ വേണ്ടി. തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങ് കയ്യിലെടുത്ത് ഞാൻ കാണിച്ചു തരാണ്. ഈ കൂനിപ്പൊടി കരിവാടെന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതാണ്. രണ്ട് കറുത്ത കുത്ത് കണ്ടോ, അത് അവൻ്റെ കണ്ണാണ്. തീരെ പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ആക്കുകയൊന്നുമില്ല, അതിൻ്റെ കഴിവാണ് എടുക്കുന്നത്. അതിനകത്ത് ഈ കുഞ്ഞാകുമ്പോൾ തന്നെ അത്ര വേസ്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഈ മുരിങ്ങയില എടുത്തെടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ കൊഞ്ചിപ്പൊടിയുടെ കൂടെ ഇട്ട് തോരൻ വയ്ക്കാൻ തന്നെയാണ് കേട്ടോ. ഇതാണെങ്കിൽ വേറെ ആരും പതിവായിട്ട് ഇടാറില്ലായിരിക്കും. ഇതിട്ടാണ്ടല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല രുചികരവുമാണ്, നല്ല ഹെൽത്തിയുമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇട്ട് നോക്കണേ. കൊഞ്ചിപ്പൊടി കരിവാട് വാങ്ങിക്കുമ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ച് നമ്മളെ കൊഞ്ചാണ് നമ്മുടെ ചെമ്മീനാണെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് വെള്ളത്തിട്ട് 2-3 കഴിവിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ മാറ്റി വയ്ക്കും. ഇത് ആവശ്യത്തിന് തേങ്ങ എടുത്ത് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും വറുത്ത മുളക് പൊടിയും കുറച്ച് ജീരകവും പൊടിക്കാത്ത ജീരകവും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ. ചെമ്മീൻ തൊട്ട് തോരനും കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ചമ്മന്തിയുടെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തൊരു പ്രാവശ്യം ഇടാമേ. പിന്നെ നമ്മൾ ആ ജാറിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ തൊലി കളഞ്ഞ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വെള്ളം പിഴിഞ്ഞിങ്ങനെ എടുത്ത് നോക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയുമ്പോഴത്തേക്കും അതിൻ്റെ അഴുക്കൊക്കെ പോവും. എപ്പോൾ ഓടിയതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കഴിവണേൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ പറന്ന് എൻ്റെ വാക്കകത്ത് പോയി ഗൈസ്. അതങ്ങനെ തുപ്പിയതാണ്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ അടുപ്പൊക്കെ അരച്ചുകൊണ്ട് വന്ന് നമ്മളെന്നും തോരനൊക്കെ വെക്കുന്ന ചീനിച്ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. നമ്മൾ എല്ലാ പ്രാവശ്യം പറയുമ്പോൾ റിപ്പീറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കടുക് ഇട്ടു, വറ്റൽ മുളകിട്ടു, അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പില ഇട്ടു. പിന്നെ കുറച്ചും കൂടെ ചെറിയ ഉള്ളി നമ്മൾ മാറ്റി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് സമയം മിക്സ് ചെയ്തിട്ട് അതും ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇത് ഈ ഉണക്ക ചെമ്മീൻ തന്നെ നല്ല ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയാവും ഈ തോരത്തിന്. ഇനി ഈ ചെറിയുള്ളിക്ക് പകരം ആരും സവാള ഇടരുത്. ചെറിയുള്ളി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഒരു വരണ്ട് ബ്രൗൺ ഷെയ്ഡ് ആയപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മുരിങ്ങ ഇലകളില്ലേ, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് സ്പൂണിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇലയാണെങ്കിൽ ഈ മുരിങ്ങയില വേവാൻ വേണ്ടി ഉത്തുപ്പൊരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഈ ഇലയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അടച്ച് വെച്ച് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വെന്ത് വന്നപ്പോൾ നമ്മുടെ ചെമ്മീനാണെങ്കിൽ നമ്മളെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ മിക്സ് ചെയ്ത് അതും ഈ ചെമ്മീനും കുറച്ച് വെന്തതിന് ശേഷം നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. അരപ്പ് ഇവിടെ അരച്ച് മാറ്റി വച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് നമ്മൾ
വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ അടപ്പ് തുറന്നപ്പോൾ നല്ല ഒരു മണവും അതുപോലെ തന്നെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് കിണ്ടി കൊടുത്ത് അതിനുശേഷം നമ്മളിനി നേരെ അരപ്പിടുന്ന പരിപാടിയിലേക്കാണ് അടുത്തതായി നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അടച്ചു വെച്ച അരപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനി നമ്മളിതാ കുറച്ചായിട്ട് നമ്മൾ ഈ തോരത്തിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ട് ഇലയിലും ഈ ചെമ്മീനിലും ഒക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് അങ്ങോട്ട് കൈ മാറ്റാതെ കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ ശകലം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെമ്മീൻ എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കാത്തിരുന്ന് സിമ്മിലിട്ട് അടച്ചെടുക്കുക. നമ്മൾ രുചികരവും സിമ്പിൾ ഈസിയുമായിട്ടുള്ള നമ്മുടെ കൊഞ്ചിപ്പൊടി തോരൻ ഇവിടെ റെഡിയായി ഇരിക്കുകയാണ്. പൊന്നെ അടിപൊളിയാണ് ഗൈസ്. ഇത് തോരൻ വെച്ചിട്ടല്ലാതെ തിന്നാൽ നല്ല അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ തന്നെ അടിപൊളിയാണ് ഗൈസ്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ, വേറെ ഒരു കറിയും വേണ്ട. നമ്മളോട്ട് എന്തെങ്കിലും സാധനങ്ങളില്ല അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ ഒരു ഉണ്ടാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ കൊഞ്ചിപ്പൊടി കരിമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം ഗൈസ്. നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതിൻ്റെ ചമ്മന്തിയൊക്കെ ആണെങ്കിൽ നല്ല രുചിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണം. എൻ്റെ പൊന്നെ വേറെ ലെവലാണ് സാധനം. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വീഡിയോസ് ഇട്ടിരുന്നേം കാട്ടി ഇതാണ് കേട്ടോ അടിപൊളി. നല്ല കുഞ്ഞൊരു ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മുത്തുമണീസ്. ബൈ.